യോ വാട്ട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഒരു മൂന്നാർ ടു വട്ടവട ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരുന്ന വെച്ചാൽ തീർച്ചയായും ആരെങ്കിലും പുതിയതായിട്ട് വന്നാൽ വെച്ചിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ അടിച്ചു പിടിക്കുക. അപ്പോൾ ഒരു വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ടോട്ടൽ മൊത്തം 19 പേരായിട്ട് പോയത്. നമ്മൾ 19 പേര് ബോയ്സാണ്, ഗേൾസ് ആരല്ല ഗൈസ്. അപ്പോൾ 19 പേരും ബോയ്സ് മാത്രമാണ് നമ്മൾ പോയത്. ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയി ചില്ലാക്കാനാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ എന്തൊക്കെ കാണാൻ പോകുന്നതെന്ന് പറയാം. നമ്മളിന്ന് ഈ വീട്ടിൽ കാണാൻ പോകുന്നത് കുണ്ടല ഡാം എന്ന് കാണാൻ പോകും. ദെൻ അതിലുള്ള പൈൻ ഫോറസ്റ്റ് കാണാൻ പോകും. അതിൻ്റെ പിന്നെ വട്ടവടയിൽ നമ്മൾ ഓഫ് റോഡ് ട്രിപ്സ് ഒക്കെ കാണാൻ പോകും. അതിൻ്റെ വ്യൂ പോയിൻറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഓഫ് റോഡിൽ. പിന്നെ പൈൻ ഫോറസ്റ്റ്, സ്ട്രോബെറി ഫോറസ്റ്റ്, അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടാത്ത വെച്ചാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒരു വീഡിയോയിലോട്ട് പോകും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കുണ്ടല ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് അടിപൊളി മഴ വന്നത്. നല്ലൊരു ക്ലൈമറ്റ് കിട്ടിയത് ഈ മഴ പെയ്തപ്പോൾ തന്നെയാണ്. അടിപൊളി വ്യൂ പോയിൻ്റ് ആയിരുന്നു. ഈ മഴ പെയ്തപ്പോഴാണ് ഈ കോടയൊക്കെ നമ്മൾ ഇറങ്ങി വരുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ കുണ്ടല ഡാമിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തത് ഈ മഴ കാരണമാണ്. ഈസ് ജസ്റ്റ് ഓസം ബൈസ്. മഴയൊക്കെ കണ്ട് ഈ മൂന്നാർ ട്രിപ്പ് അടിച്ച് പൊളിച്ച് വൈബാക്കി ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി കുണ്ടല ഡാമിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. Now we are in Kundala Dam guys. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ആസ്വദിച്ചിട്ട് വരും. ഓക്കെ, now we are going. എവിടെയാണ്? കുണ്ടല ഡാം അല്ല, പൈൻ ഫോറസ്റ്റ് ആൻഡ് കുണ്ടല ഡാം വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യാ ഗൈസ്, എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാം. യാ ഷോ എടുക്കാലോ. നൈസ് ആയില്ലേ? ഇതാണ് കുണ്ടല ഡാം എന്ന് പറയുന്നത്. കണ്ട ജസ്റ്റ് നമ്മൾ മഴ പെയ്തപ്പോൾ ആ കോടയും മഞ്ഞൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ആ തണുപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് ഫീൽ ചെയ്യാൻ പറ്റും. സൂപ്പറായിരുന്നു ഗൈസ്. കുണ്ടല ഡാമിലെ അതൊക്കെ കാണാനുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഓഫ് റോഡ് ട്രിപ്പ് ആൻഡ് വ്യൂ പോയിന്റ്സ് ഒക്കെ കാണാൻ പോകുന്നത്. അതും വട്ടവട ഓഫ് റോഡ് ട്രിപ്പാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ലൈൻ അടിച്ചു പിടിക്കുക. ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു നമ്മൾ ഓഫ് റോഡ് കയറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് വ്യൂ പോയിന്റിൽ നമ്മൾ നിന്ന ഒരു സ്പോട്ടായിരുന്നു. ഇറ്റ്സ് ജസ്റ്റ് നൗസം ഗൈസ്. ബിക്കോസ് എന്താ വെച്ചാൽ നമ്മൾ മലൻ്റെ മേലെ കൊണ്ട് പൊളിയായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും. അതിന്റെ മേലെ വാഴ ഒരു ചെറിയൊരു മഡ് ഹൗസ് ഉണ്ടോ? ആ മഡ് ഹൗസില് ഇവര് വന്ന് വിളിച്ച് താമസിക്കാം. ആ വാഴയുടെ അടുത്ത ഒരു മഡ് ഹൗസില്ലേ, ഇവര് വന്ന് വിളിച്ച് താമസിക്കേ. പിന്നെ ആ ഗ്രാമം വന്നിട്ട് എറണാകുളത്ത് മഹാരാജ കോളേജിൽ അഭിമന്യു എന്ന് പറഞ്ഞ ഒരു പയ്യനെ കുത്തിക്കൊന്നു ഗൈസ്. നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്ന ഒരു ഗ്രാമം കണ്ട, അവിടെയാണ് നമ്മുടെ മഹാരാജ കോളേജിൽ അഭിമന്യുവിനെ വെട്ടിക്കുന്നില്ലേ, ആ അഭിമന്യു വളർന്ന് വലുതായ ഗ്രാമമാണെന്നാണ് ആ ചേട്ടൻ അവിടെ പറഞ്ഞത്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ആ സൈഡിൽ കാണുന്നുണ്ട്, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആ ഗ്രാമം എന്നാണ് പറഞ്ഞത്, അഭിമന്യുവിൻ്റെ ഗ്രാമം. ഏതാണ് നമ്മൾ മൂന്നാർ വട്ടവട വന്നിട്ട് നമ്മൾ അട്ടകടിക്കാതെ പോയാൽ എങ്ങനെയായിരിക്കും ഗൈസ്? കേട്ടോ, കാലിൽ ചുകരൊന്നും വേണ്ട. ദിസ് ഈസ് അട്ടകടി ഗൈസ്. അട്ടകടി ഏറ്റിരിക്കുകയെന്ന് ഗൈസ് നമ്മൾ. അപ്പോൾ ഇത് കുറച്ചാ കടിച്ചുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് കുറേ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ,
ഗൈസ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സ്ട്രോബെറി ഫാമിലേക്കാണ്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഫാമിൽ എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് വരാം. ലെറ്റ്സ് ഗോ. സ്ട്രോബെറി ഫാം എന്ന് പറഞ്ഞാൽ സൂപ്പർബായിട്ടുണ്ടാവും കാണാൻ. നമ്മൾ സ്ട്രോബെറിയും അത് നമുക്ക് നാച്ചുറലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും, ആ ഒരു ടേസ്റ്റും കിട്ടും. സൂപ്പർബായിട്ടുണ്ടാവും കാണാനും. നിങ്ങൾ ആ ഒരു ഞാൻ കൂടുതൽ ഈ വോയിസ് ഒന്നിട്ടില്ല, കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടന്റ് അറിയുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. സ്ട്രോബെറി ഫാം Look at this guys, all strawberry. ഫാമിലെത്തിക്കുന്നു. ഇറ്റ്സ് ഫ്രീക്കിംഗ് വ്യൂസ് ഗൈസ്. ആ സ്റ്റോറി കാണേണ്ട എന്തായാലും സ്ട്രോബെറിയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ സൂപ്പറാണ്. എല്ലാം നമുക്ക് വാങ്ങാം. സ്ട്രോബെറി, വൈനുണ്ട്, ജാമുണ്ട്, എല്ലാം ഉണ്ട് പറയണ്ടേ. എത്ര എടുത്തു നോക്കി 150. സ്ട്രോബെറി 100, ജാം 150. ജാം 200, സ്ട്രോബെറി 150, 150. സ്ട്രോബെറി ബോക്സ്, ജാം സ്ട്രോബെറി കാക്കിലോ 150 രൂപ. ജാമോ 200 കുട്ടിക്ക്. ട്രെയിൻ നോക്കി നമ്മൾ എല്ലാം എടുക്കും ഗൈസ്. ഹായ് വരാ. ഹായ്. സീന് പരിപാടി. ഓ ഇടാലോ, കുറേ വീഡിയോസ് ഉണ്ട്. സ്ട്രോബെറിക്ക് 150 തോന്നുന്നു. ദെൻ ജാമ് വന്നിട്ട് ഒരു ബോക്സ് നിരത്തിലുള്ള ചെറിയൊരു ബോക്സ് 200, 150 ഇതും ജാം 200. നെറ്റ് വെയിറ്റ് എത്രയെന്ന് അറിയില്ല, പക്ഷെ ജാമ് കുഴപ്പമില്ല, ടേസ്റ്റ് കിട്ടും. നല്ല പുളിപ്പ് ഹെവി ആയിട്ടുണ്ട്. അട്ടകട ഏറ്റത് മിച്ചം എന്ന് പറയും. ബ്ലഡ് ഈസ് കമ്മിങ്. അട്ട ഒരു ചെറിയൊരു ഡോട്ട വീണുണ്ട്, അപ്പോഴേക്ക് ഹെവി ആയിട്ട് ബ്ലഡ് വന്നു. സൂപ്പർ. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ട്രോബെറി ഫാമിലി വിശേഷങ്ങൾ. അതേഴ്സ് നത്തിങ്. ജസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ട്രോബെറി പർച്ചേസ് ചെയ്യുക, ദെൻ ജാം ആണെങ്കിൽ ജാം പർച്ചേസ് ചെയ്യുക, അത്രേ ഉള്ളൂ. റേറ്റ് നോക്കിയാൽ 100-150 സ്ട്രോബെറിക്കും 200 ജാമിന്. ദാറ്റ്സ് ഇറ്റ്. ഇത് മാത്രമേ ഉള്ളൂ. അതേഴ്സ് നത്തിങ്. ജസ്റ്റ് സ്ട്രോബെറി ഫാമിംഗ് ജസ്റ്റ് കണ്ടിട്ട് വരാം. അതെ, ജാം മസ്റ്റ്. പക്ഷേ എന്ത് ഓഫ് റോഡ് മസ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നല്ല വ്യൂ പോയിൻ്റ് ഉണ്ടാവും, നല്ല ഓഫ് റോഡിങ് ട്രിപ്പ്, നല്ല വൈബ് അടിച്ചിട്ടുണ്ടാവും. മസ്റ്റ് ബി നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. ഒരു വണ്ടിക്ക് എത്ര? ഒരു വണ്ടിക്ക് 2500-1500 രൂപ വരും. 2500. ജീപ്പിന് 2500 ഓർ 3500. അതെ, ജീപ്പ് വ്യത്യാസമുണ്ട്. നമ്മൾ ഡിബേറ്റ് അനുസരിച്ച് ചെയ്തിരിക്കും. കുറച്ച് ബാർഗൈൻ ചെയ്യും. അതെ, ബാർഗൈൻ ചെയ്താൽ കുറച്ച് ലാഭത്തിൽ കിട്ടും. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സൂപ്പർ. ഓഫ് റോഡ് ട്രിപ്പ് എങ്ങനെയുണ്ട്? ഓഫ് റോഡ് ട്രിപ്പ് പറഞ്ഞാൽ സംഭവം കുഴപ്പമില്ല. നോക്കാം, നമുക്ക് മുകളിൽ പോയിട്ട് അറിയാം ബാക്കിയാണ്. അതെ, സീനറി സെറ്റാണ്. രണ്ട് സ്പോട്ട് അടിപൊളി. ചായ
ചായ പറഞ്ഞു $5 രൂപ പറഞ്ഞത്. ഇതെത്ര അല്ലല്ല തരാൻ പറ്റില്ല. ചോക്ലേറ്റ് ടീയാ എത്രയാണ് 25 അങ്ങനെയാണ് നീ പറ സ്പെഷ്യൽ ടീ പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി പറയാൻ ആലോചിച്ചു. നീ ഏതാണ് സ്പെഷ്യൽ ടീ പറഞ്ഞിരിക്കുന്നു. പറയണ മാറ്റി പറയാൻ പറ ഒരിക്കൽ വന്നാൽ പിന്നെ ഇല്ലല്ലോ വട്ടവട ഞാനും വന്നിട്ടില്ല. ഞാൻ 3 വട്ടവട ആദ്യം വെറുതെ നോക്കിയിട്ട് ഞാൻ മനുവിന്റെ ചെക്കങ്ങളുണ്ടോ തലവളി എടാ ആളുടെ പേര് ചോദിച്ചില്ലേ ചേട്ടാ പേരെന്താ? എൻ്റെ പേര് അയ്യപ്പൻ. കൊള്ളാട്ടോ നല്ല നല്ല ട്രിപ്പാണ് സൂപ്പർ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒരു മഴ പെയ്തുകൊണ്ട് മാത്രം ഒരു സ്പോട്ട് കുഴപ്പമില്ല നൈസ് ആയിരുന്നു സൂപ്പർ അല്ലേ ശരി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് guys നമ്മുടെ ഓഫ് റോഡ് ട്രിപ്പ് പറയുന്നത്. ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടാണ് ഓഫ് റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ മൂന്നാർ അല്ലെങ്കിൽ വട്ടവടക്ക് വരുന്നെങ്കിൽ ഓഫ് റോഡ് എന്തായാലും മസ്റ്റ് ബി എക്സ്പീരിയൻസ് ചെയ്യുക. ഇതൊക്കെയുള്ള ഓഫ് റോഡ്. അപ്പോൾ ഇഷ്ടപ്പെടാത്ത ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ലൈക്കിന് അടിച്ചു പിടിക്കുക. ഓക്കെ അടുത്ത വീഡിയോ കാണുമ്പോൾ സി യു ബൈ.